കൊച്ചി വടുതലയിൽ കൊടും ക്രൂരത. അയൽവാസികളായ രണ്ടുപേരെ തീ കൊളുത്തി യുവാവ് തൂങ്ങി മരിച്ചു. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അമൽ, എന്താണ് സംഭവിച്ചത് അവിടെ? വിജയകുമാർ, അല്പസമയം മുൻപാണ് ഈ ദാരുണമായ സംഭവം എറണാകുളം വടുതലയിൽ ഉണ്ടാകുന്നത്. ക്രിസ്റ്റഫർ, ഭാര്യ എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ഈ അയൽവാസിയായിട്ടുള്ള വിജയമാണ് ഇത്തരത്തിൽ വഴിയിൽ തടഞ്ഞു നിർത്തി, അതായത് സ്കൂട്ടറിൽ വരികയായിരുന്ന ഇവരെ വഴിയിൽ തടഞ്ഞു നിർത്തി തലവഴി പെട്രോൾ ഒഴിക്കുകയും പിന്നീട് തീ കൊളുത്തുകയും ചെയ്തത്. ഇതേ തുടർന്ന് ഇവരെ ഈ ഒരു തീ കൊളുത്തിയതിനു ശേഷം ഈ വില്യം എന്നയാൾ സ്വന്തം വീട്ടിൽ പോയി പിന്നീട് അവിടെ തൂങ്ങി മരിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. ഏതായാലും ഈ ഗുരുതരമായി പൊള്ളലേറ്റ ക്രിസ്റ്റഫറിനെയും ഭാര്യയും എറണാകുളത്ത് തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഇവരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിന് ശേഷം മാത്രമേ ഈ വിഷയത്തിൽ എന്താണ് പെട്ടെന്നുണ്ടായ പ്രകോപനം, ഈ വഴിത്തർക്കം തന്നെയാണോ, ഈ അയൽവാസികൾ തമ്മിലുണ്ടായിരുന്ന കുറെ നാളുകളായി തുടരുകയായിരുന്ന ചില പ്രശ്നങ്ങൾ തന്നെയാണോ ഇത്തരത്തിൽ പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിനും തുടർന്നുണ്ടായ ഇത്തരത്തിൽ അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്ന വിവരം അല്പസമയത്തിനുള്ളിൽ ശേഷം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും പോലീസ് ഈ ഒരു സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ നാട്ടുകാരോടെല്ലാം ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം മനസ്സിലാകുന്നത് നാളുകളായി ഇവർക്കിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ ചൊല്ലി ഇടയ്ക്കിടയ്ക്കെല്ലാം ചില വാക്കേറ്റങ്ങളും തർക്കങ്ങളും എല്ലാം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനത്തിലേക്ക് പോകുമെന്നും ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്യുവാൻ വില്യം തയ്യാറാകും എന്നും ആരും ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഏതായാലും ഈ ഒരു സംഭവം നടന്ന ഉടൻ തന്നെ പിന്നീട് ഇദ്ദേഹം നേരെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വിജയകുമാർ, ഈ വിവരങ്ങൾ വരുന്നത് എറണാകുളത്ത് വടുതലയിൽ നിന്നാണ്. അവിടെ അയൽവാസികളുടെ ശരീരത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം ഈ യുവാവ് തൂങ്ങി മരിച്ചു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിർത്തി തർക്കമാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്ന പ്രാഥമിക വിവരമാണ് ഇപ്പോൾ വരുന്നത്. ക്രിസ്റ്റഫർ, ഭാര്യ, ഈ രണ്ടു പേർക്കുമാണ് അവിടെ പരിക്കേറ്റിരിക്കുന്നത്. വില്യം എന്ന അയൽക്കാരനാണ്. ഇയാൾ അവിടെ തൂങ്ങി മരിക്കുകയും ചെയ്തു. ഈ ശ്രമത്തിന് ശേഷം സ്കൂട്ടറിൽ വരുമ്പോൾ ദമ്പതികളെ തടഞ്ഞു നിർത്തി തലയിൽ പെട്രോൾ ഒഴിക്കുകയാണ്. ഈ പൊള്ളലേറ്റ് രണ്ടുപേരും എറണാകുളം ലൂർദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഞെട്ടലുളവാക്കുന്ന വിവരങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് കാരണം എന്ത് എന്നത് സംബന്ധിച്ച് ഇതുവരെ സൂചനകളില്ല. നമുക്ക് വൈകാതെ അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.